100 വർഷം മുൻപുള്ള നമ്മുടെ കേരളത്തിലെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ചില അപൂർവ ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. 1860 ഈ ചിത്രമാണ് കേരളത്തിലെ ആദ്യത്തെ ഫോട്ടോ എന്നറിയപ്പെടുന്നത്. ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിയുടെയും ചിത്രമെടുക്കാൻ സായിപ്പ് കൈപ്പറ്റിയത് 2001 പൊൻപണവും 500 കിൻഡൽ കുരുമുളകും 100 കിൻഡൽ ഏലക്കായും തുടങ്ങി ഒരു കപ്പൽ നിറച്ച സാധനങ്ങളാണ്. മുല്ലപ്പെരിയാർ ഡാം 1888 നിർമ്മാണം തുടങ്ങിയ സമയത്തുള്ള ചിത്രമാണിത്. ഇത് 1899 നിർമ്മാണം ഏകദേശം പൂർത്തിയാകാറായ സമയത്തുള്ള ചിത്രമാണ്. തിരുവനന്തപുരത്തെ തെക്കേത്തെരുവ് മാളികയുടെ മുൻപിൽ വെച്ച് 1900 തിരുവിതാംകൂർ രാജാവ് ദത്തെടുക്കൽ ദർബാർ നടത്തുന്ന കാഴ്ചയാണിത്. പഴയ ദർബാർ ഹാളായിട്ടും ഈ മാളിക ഉപയോഗിച്ചിരുന്നു. 1939 തിരുവിതാംകൂർ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ്. ഇവിടെയായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജായ CET പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്നിത് പോസ്റ്റ് മാസ്റ്റർ ജനറലിൻ്റെ ഓഫീസാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ബസ് സർവീസ് എന്ന് പറയപ്പെടുന്നത് 1910 ഓടിക്കാൻ തുടങ്ങിയ മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ്റെ ഈ ബസ്സാണ്. പാലാ മുതൽ കോട്ടയം വരെയായിരുന്നു ഈ സർവീസ്. പിന്നീട് 38 ഇന്നത്തെ KSRTCയുടെ മുൻഗാമിയായ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്നത്. 50കളിലെ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. വർക്കലയിലെ ബീച്ചും ക്ലിഫും 1920 ഒരു കാഴ്ച. 1880 വർക്കലയിലെ ചരിത്രപ്രസിദ്ധമായ കനാലും ടണലും നിർമ്മിക്കുന്നതാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. 1930 കോഴിക്കോട് നിന്നുള്ള ഒരു വഴിയോര ചിത്രം. ഫോർട്ട് കൊച്ചിയിലെ പഴയ ലൈറ്റ് ഹൗസ് 1897 ഒരു ചിത്രം. കേരളത്തിലെ ആനകളുടെ കൂട്ടത്തിലെ ഒരു ഇതിഹാസമായിരുന്ന സാക്ഷാൽ ഗുരുവായൂർ കേശവൻ 1930കളിലെ ഒരു ചിത്രം. മറൈൻ ഡ്രൈവ് പണിയുന്നതിന് മുൻപുള്ള കൊച്ചി കായലിൻ്റെ ഒരു ദൃശ്യം 1935 എടുത്ത ചിത്രമാണിത്. 80കളിൽ കായൽ നികത്തി മറൈൻ ഡ്രൈവ് പണിയാൻ തുടങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. 1940കളിലെ ശബരിമല സന്നിധാനത്തിൻ്റെ ഫോട്ടോകളാണിത്. അവിടേക്ക് മലകയറി പോകുന്ന ഭക്തജനങ്ങളുടെ ചിത്രം. ഇത് 42 ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ ക്യാമറയിൽ പകർത്തിയ ശബരിമലയുടെ ചിത്രമാണ്. 1952 18ാം പടി കയറുന്ന ഭക്തജനങ്ങൾ. മലബാറിലെ ഒരു ചന്തയിൽ മൺപാത്രങ്ങൾ വിൽക്കുന്നവർ 1914 എടുത്ത ഒരു ഫോട്ടോ. 1940 ഒരു ആറാട്ട് പ്രദക്ഷിണം. 1910 ഒരു റോഡ് റോളർ ഉപയോഗിച്ച് റോഡ് നിരപ്പാക്കുന്ന മനുഷ്യർ. 1912 തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ചിത്രം. 31 തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ആനകൾ നിരന്നു നിൽക്കുന്ന കാഴ്ചയാണിത്. തൃശ്ശൂർ പൂരത്തിന് പത്രത്തിൽ പരസ്യം കൊടുത്തത് കണ്ടിട്ടുണ്ടോ? 1929 38 ഇന്ത്യൻ റെയിൽവേയാണ് വരുമാനമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനൊരു പരസ്യം പത്രത്തിലിട്ടത്. കൊച്ചിയിലെ ജ്യൂ സ്ട്രീറ്റ് 1930 ഒരു ചിത്രം. കോഴിക്കോടുള്ള ഒരു മൈതാനത്ത് പോലീസ് പരിശീലനം നടത്തുന്നു. 1901 എടുത്തതാണ് ഈ ചിത്രം. മലപ്പുറത്തെ തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ 1905 ചിത്രം. കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു ഇത്. 1901 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. 56 എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്കുള്ള ആദ്യത്തെ ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നു. മുകളിലെ ഫ്ലൈ ഓവറിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളെയും കാണാം. 50കളിലെ കൊച്ചി ബ്രോഡ്വേ. തിരുവനന്തപുരത്തെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ 1930. ഇത് 60കളിലെ അതിനു മുൻപിലത്തെ കാഴ്ച. എറണാകുളത്തെ പഴയ റെയിൽവേ സ്റ്റേഷൻ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വന്നതോടെ ഇതിൻ്റെ പ്രസക്തി നഷ്ടമാവുകയും 1960 ഉപേക്ഷിക്കപ്പെടുകയുമാണ് ചെയ്തത്. 1945 തുടങ്ങിയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ തിരുവനന്തപുരത്തെ ആദ്യത്തെ ഓഫീസ്. പഴയ തിരുവിതാംകൂറിൽ രാജാവിനെ വരവേൽക്കാനായി കാത്തു നിൽക്കുന്ന ജനങ്ങൾ. രാജഭടന്മാരുടെ അകമ്പടിയോടെ രാജാവ് എഴുന്നള്ളുന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഭടന്മാർക്ക് സല്യൂട്ട് നൽകുന്നു. തൊട്ടടുത്ത് നിൽക്കുന്നത് അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരാണ്. 1940കളിലെ ചിത്രം. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് 1966 ഒരു ചിത്രം. തിരുവനന്തപുരത്തെ മ്യൂസിയം 1900. മലബാറിലെ ഒരു പഴയകാല ചാപ്പൽ 1926 ചിത്രം. 1861 തിരുവിതാംകൂർ രാജാവിൻ്റെ റോയൽ ബാൻഡ്. 1950കളിൽ തിരുവനന്തപുരത്ത് നിന്നും മദ്രാസിലേക്ക് ഡെയിലി സർവീസ് നടത്തിയിരുന്ന ഏക വിമാനം. അക്കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് മാത്രമേ വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഹൗസ് ബോട്ടുകളും ടൂറിസ്റ്റുകളും ഒന്നുമില്ലാത്ത ഒരാലപ്പുഴ. 1905 ചിത്രം. കൊല്ലത്തുള്ളൊരു കടവിൻ്റെ കാഴ്ച
1900-ലെടുത്തതാണ് ഈ ചിത്രം. പാടം ഉഴുതുമറിക്കാൻ കാളയെ കിട്ടാത്തതിനാൽ കൃഷിക്കാർ തന്നെ അത് ചെയ്യുന്നു. 1957-ലെ ഒരു നെൽപ്പാടം. ആലപ്പുഴ തുറമുഖം. കൊച്ചിയിലെ തുറമുഖം വരുന്നതുവരെ ഇതായിരുന്നു തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം. 1980-കളിലെ മീനച്ചിലാറിൻ്റെ തീരത്തുള്ള കോട്ടയം പാലാ നഗരത്തിൻ്റെ ഒരു കാഴ്ച. പുറകിൽ പ്രശസ്തമായ പാലാ കുരിശുപള്ളിയും കാണാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ ചിത്രം. 1910-കളിലെടുത്തതാണ് ഇവ. ഇന്നത്തെ ഏറ്റവും തിരക്കേറിയ കൊച്ചിയിലെ MG റോഡ് 1965-ൽ. രണ്ട് വലിയ കൂറ്റൻ മലകൾക്കിടയിൽ ഇടുക്കി ഡാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണിത്. 1969-ൽ ഇതിൻ്റെ നിർമ്മാണം തുടങ്ങി 73-ൽ അത് പൂർത്തിയാക്കി. കോഴിക്കോട് നിന്നുള്ള ഒരു കുതിരവണ്ടി. 70-കളിലെ അടിമാലി ടൗൺ. 1908-ൽ കോഴിക്കോടുണ്ടായിരുന്നൊരു ബേക്കറി. പഴയകാല ചക്കിൽ എണ്ണയാട്ടാനായി കാളയെ ഉപയോഗിക്കുന്ന കാഴ്ച. പൊന്നാനിയിലെ ഒരു കനാൽ. 1930-ലെ ഒരു ചിത്രം. കോഴിക്കോടുള്ള ഒരു ടൈൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ. 1921-ലെ മലബാർ കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ തടവുകാരായി പിടിച്ചുകൊണ്ടു പോകുന്നവരാണിവർ. പെരിയാർ തടാകം 1900-ൽ. കോഴിക്കോടുള്ള ഒരു സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി നൽകുന്നു. 1914-ലെ ഒരു ചിത്രം. തൃശ്ശൂർ നിന്നുമുള്ള ഒരു ബസ് സർവീസ്. കൊല്ലം തിരുവനന്തപുരം ദേശീയപാത 1891-ൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓടത്തിൽ പള്ളി എന്ന തലശ്ശേരിയിലെ ഒരു പഴയ മോസ്ക്. 1900-ന്റെ തുടക്കത്തിലുള്ള ഒരു ചിത്രം. കൊച്ചിയിലെ ഒരു തെരുവിൻ്റെ ചിത്രം. 1942-ലെടുത്തത്. 1920-ലെ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ ചിത്രം. കോട്ടയത്തുള്ളൊരു മാർക്കറ്റ്. 1932-ലെടുത്തത്. ഓലമെടയുന്ന സ്ത്രീകൾ. ഒരു പഴയകാല ഇലക്ഷൻ പ്രചരണ സമയത്തെ ബോർഡ് എഴുതി വച്ചിരിക്കുന്ന ചിത്രം. 1940-കളിലെ മലബാറിലെ ഒരു ധനിക കുടുംബം. തെന്മലയിലെ പ്രശസ്തമായ ആർച്ച് ബ്രിഡ്ജ് 1903-ൽ നിർമ്മിക്കുന്ന കാഴ്ച. കണ്ണൂരിലെ പ്രശസ്തമായ ദൈവത്താർ തെയ്യം നടക്കുന്നതിനിടയിലെ ചിത്രം. 1920-ലെടുത്തത്. 35-ൽ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ യാർഡ് നിർമ്മിക്കുന്ന കാഴ്ച. 1896-ലെ ഫറൂഖ് പുഴയും അതിന് കുറുകെയുള്ള റെയിൽ പാലവും. പൊന്നാനിയിലെ തുറമുഖം. 1910-ലെടുത്ത ചിത്രം. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ്. 1834-ൽ തുടങ്ങിയ ഈ കോളേജിൻ്റെ 1900-ലെടുത്ത ചിത്രമാണിത്. നെല്ലുകുത്തുന്ന സ്ത്രീകൾ. 1905-ലെ ചിത്രം. എങ്ങനെയുണ്ടായിരുന്നു കേരളത്തിൻ്റെ ഈ പഴയകാല ചിത്രങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.